الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2025 അതിവേഗതയിൽ കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കേവലം ഒരു കലണ്ടറിലെ മാറ്റം മാത്രമല്ല, മറിച്ച് പടച്ചറബ് നമുക്ക് മാതൃഗർഭത്തിലിരിക്കെ അനുവദിച്ചു നൽകിയിട്ടുള്ള സമയം, ആയുസ്, വർഷം, അതിൽ നിന്ന് 365 ദിവസമാണ് തീർന്നുപോയിരിക്കുന്നത് എന്ന ബോധം ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മൾ സ്മരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വിഷമമുള്ളത്, ഒരു ദിവസം അല്ലാഹു എനിക്ക് അനുവദിച്ച് നൽകിയിട്ട് ആ ദിവസം അവസാനിക്കുമ്പോൾ കാര്യമായ പുണ്യങ്ങളൊന്നും പ്രവർത്തിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസമാണ് എനിക്ക് ഏറ്റവും സങ്കടമെന്നും വിഷമമെന്നും അദ്ദേഹം പറഞ്ഞത് നാം ഇവിടെ സ്മരിക്കേണ്ടതാണ്. അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറേണ്ട, ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നവും നേട്ടവുമായ സ്വർഗം നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ട ആയുസ്സിനെ നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നൊന്നായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആഘോഷമല്ല, ആനന്ദമല്ല, പ്രത്യേകിച്ച് സന്തോഷപ്രകടനങ്ങളല്ല, മറിച്ച് വീണ്ടും വിചാരമാണ് ഉണ്ടായിരിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പടച്ചറബ് നമ്മളോട് ചോദിക്കും, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരി ഫീമ അഫ്നാ. എവിടെയാണ് നിന്റെ സമയം നീ കൊണ്ടുപോയി ചിലവഴിച്ചത് എന്ന് പടച്ചറബ് ചോദിക്കും. 19 കൊല്ലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, എന്ത് കണ്ടു,
എന്ത് കേട്ടു? എവിടെയാണ് നിന്റെ ഒഴിവു സമയത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ കഴിവിനെ, നിന്റെ ശേഷിയെ നീ ഉപയോഗിച്ചത് എവിടെയാണെന്ന ചോദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ മുന്നോട്ടു പോകാനാണ് ഒരു വിശ്വാസിയെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്. അതിനാൽ നാം ചെയ്യേണ്ടത് എന്താണ്? കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള അവലോകനം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളേക്കു വേണ്ടി നിങ്ങൾ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം എന്നാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചൊരു അവലോകനം നാം നടത്തേണ്ട സമയമാണിത്. ഇക്കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഞാൻ എന്തു നേടി? അത് നേടാൻ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്തു നേടാതെ പോയി? എനിക്കെന്തെല്ലാം നഷ്ടമായി? അത് നഷ്ടമാകാൻ എനിക്ക് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. നേട്ടങ്ങളുടെ വഴിയിൽ നമ്മെ പ്രചോദിപ്പിച്ച കാര്യങ്ങൾ നിലനിർത്തുവാനും നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള കാരണങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാനും നമുക്ക് കൂടുതൽ പ്രചോദനവും ആവേശവും മോട്ടിവേഷനും ലഭിക്കാനാണ് ഈ ഒരു മുഹാസബത്ത് നാം നിർവഹിക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തന്നെ നന്നായിട്ട് കഠിനമായി നിശിതമായി വിലയിരുത്തുന്ന, മുഹാസബത്ത് നടത്തുന്ന, വിചാരണ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മുത്തഖിയാകാൻ കഴിയൂ. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, എന്റെ പക്കലാണ് ന്യായം എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവൻ ചെയ്യുന്ന തോന്നിയാസങ്ങളും അഹങ്കാരങ്ങളും ധാർഷ്ട്യവും അവന്റെ മുമ്പിൽ ശരിയായി അവന് തോന്നിയേക്കാം. ഒരുപക്ഷെ അവൻ ചെയ്യുന്ന കാര്യം അവന്റെ ദീനിനെ, അവന്റെ പരലോകത്തെ ബാധിക്കുന്നതാകാം, അവന്റെ കുടുംബത്തെ ബാധിക്കുന്നതാകാം, അവൻ ജീവിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്നതാകാം, ഒരു മഹല്ലിനെ മൊത്തത്തിൽ ബാധിക്കുന്നതാകാം. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയും അതിനെ അവഗണിക്കുകയും അതിനെ തുച്ഛമായി കാണുകയും ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതായി ഒരുപക്ഷെ അയാളുടെ വാക്കും പ്രവൃത്തിയും നീക്കങ്ങളും ആലോചനകളും യോഗങ്ങളും മാറിയേക്കാം. ആ രംഗത്ത് വീണ്ടും വിചാരം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പരലോകം നമ്മുടെ മാത്രം അജണ്ടയാണ്. നമ്മുടെ ഖബറിൽ നാം മാത്രമാണ്. നമ്മുടെ ഹിസാബ് നമ്മോട് മാത്രമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ രേഖയിൽ നമ്മൾ കാരണത്താൽ ഉണ്ടായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഇടപെടലുകളും മാത്രമാണ് നമ്മുടെ കയ്യിൽ നൽകപ്പെടുന്ന കിതാബിൽ നാളെ നിവർത്തപ്പെട്ട് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കിതാബ് നീ വായിച്ചു നോക്കൂ, ഈ കിതാബ് മതി നിന്നെ വിചാരണ ചെയ്യാനെന്ന് പരലോകത്ത് പടച്ചറബ് പറയുമ്പോൾ ആ കിതാബിന് ഉത്തരവാദി നമ്മുടെ കൂട്ടുകാരല്ല, നമ്മുടെ നാട്ടുകാരല്ല, നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമല്ല. ഞാൻ പറഞ്ഞ വാക്കിന്റെ ഉത്തരവാദി, ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഉത്തരവാദി, ഞാൻ ചെയ്തിട്ടുള്ള ഏതൊരു നന്മയുടെയും ഏതൊരു തിന്മയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒന്നാമത്തെ ബാധ്യസ്ഥതയുള്ളത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ടു പോകാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ പരാജയമുള്ളത്. നമ്മൾ നമ്മെ വിലയിരുത്തേണ്ട സമയമാണിത്. 2, നാം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നമ്മുടെ തിന്മകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടേക്കാം. നിയ്യത്തിന്റെ കുറവുകൾ കൊണ്ട് പ്രതിഫലം കുറഞ്ഞുപോയേക്കാം. പലവിധ കാര്യങ്ങൾ കൊണ്ടും അത് പടച്ചിറബ് തട്ടി അകറ്റിയേക്കാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് പടച്ചിറബിനോട് ഖബൂൽ ചെയ്യുവാനുള്ള പ്രാർത്ഥനയാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബന തഖബ്ബൽ മിന്നാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയത്തിന്റെ ഓരോ പടവും നിർവഹിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മാഈലും പ്രാർത്ഥിച്ചത് പടച്ചറബ്ബെ സ്വീകരിക്കണമേ എന്നാണ്. നാളിതുവരെ ചെയ്ത പുണ്യപ്രവർത്തനങ്ങൾ അല്ലാഹുവെ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. 3-ാമത്തെ കാര്യം തൗബ ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, ചെയ്തുപോയ പാപങ്ങൾ, വലുതും ചെറുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിന്റെ രേഖയിലുണ്ട്. പടച്ചറബിന്റെ മലക്കുകൾ സാക്ഷിയാണ്. ഈ പ്രപഞ്ചം ഒപ്പിയെടുത്തിട്ടുണ്ട്. നാളെ പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂ. നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അല്ലാഹു പറയുമ്പോൾ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറയാൻ, തൗബ ചെയ്യാൻ പരിശ്രമിക്കേണ്ട ഒരു നിമിഷമാണ് സഹോദരന്മാരെ ഇത്. കാരണം ഇനി എത്ര കാലം നാം ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് ഗർജിക്കാൻ നമ്മൾ എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാനാകില്ല.
അധർമ്മങ്ങളിലും അനാശാസ്യങ്ങളിലും അവിഹിതങ്ങളിലും അശ്ലീലങ്ങളിലും ആഭാസങ്ങളിലും വിരമിക്കാൻ, അതിലെല്ലാം വിരാജിക്കാൻ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്രയോ ആരോഗ്യമുള്ളവർ കാരണമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. എന്നാൽ എത്രയോ മാരക രോഗികൾ മരണം കാത്തുകിടക്കുകയാണ്. അവർ മരിക്കുന്നില്ല. അവരെ പരിചരിച്ചവർ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അവർ മരണം കാത്തുകിടക്കുന്നു, പക്ഷേ അവർ മരിക്കുന്നില്ല. യാതൊരുവിധ രോഗവുമില്ലാത്ത യുവാക്കളാണ് മരിച്ചു പോകുന്നത്. ആരോഗ്യമുള്ള ആളുകളാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് എത്ര കാലം നാം ഇവിടെ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. നീ ഈ ദുനിയാവിൽ വഴിപോക്കനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന് കൊടുത്ത ഉപദേശമാണിത്. ഇത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ അസ്ബഹ്ത ഫല തൻതദിർ മസാ ഫഇദാ അംസൈത ഫല തൻതദിർ സബാ. നീ നേരം വെളുത്താൽ വൈകുന്നേരം നീ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നാളെ നേരം വെളുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നും നീ വിചാരിക്കരുത്, പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഒരു വീണ്ടു വിചാരമുണ്ടാകണം. കിട്ടുന്നത് ഓരോന്നും അവസരമാണെന്ന തിരിച്ചറിവുണ്ടാകണം. മരണത്തിന്റെ വേളയിൽ ആ നിമിഷത്തിൽ മലക്കുകളെ കാണുമ്പോൾ സമയം ദീർഘിച്ച് ചോദിക്കുന്നവരാകരുത് നമ്മൾ. റബ്ബിർജിഊൻ, അല്ലാഹു ഒന്ന് മടക്കിത്തരുമോ, കുറച്ച് സമയം നീട്ടിത്തരുമോ എന്ന് ചോദിക്കുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറരുത്. അവസരങ്ങൾ പാഴാക്കിക്കളഞ്ഞാൽ പരലോകത്ത് വിലപിക്കേണ്ടി വരും. വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഹും യസ്തരിഹൂന ഫീഹാ, നരകത്തിൽ അവർ ബന്ധിനിയും. ആ സമയത്ത് അവർ പറയും, പടച്ച റബ്ബേ, അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഭൂമിയിൽ ജീവിച്ച കാലത്ത് പ്രവർത്തിക്കാൻ പറ്റാതെ പോയ സുകൃതങ്ങൾ പ്രവർത്തിക്കാൻ, ശരിയായ വിശ്വാസം പുലർത്താൻ, ശരിയായ കർമ്മങ്ങൾ ചിട്ടയോടെ പാലിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകാൻ വേണ്ടിയിട്ട് ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വിടുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, അവലം നുഅമ്മിറുകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ എന്നാണ്. എന്തിനാണ് ആയുസ് തന്നത്? ഫീഹി മൻ തദക്കറ, നിങ്ങൾക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഒരു ആയുസ് തന്നില്ലേ. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരെയും ഞാൻ നൽകിയില്ലേ എന്നാണ് അവിടെ വെച്ച് പറയുന്നത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ, ഓരോരുത്തരും പ്രവർത്തിച്ച നന്മകൾ പരലോകത്ത് അവൻ കാണും. വമാ അമിലത് മിൻ സൂഇൻ, അവൻ ചെയ്തു കൂട്ടിയ തിന്മകളും അവൻ കാണും. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അവൻ ചെയ്ത പാപങ്ങളെ കാണുമ്പോൾ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, അവൻ ആഗ്രഹിച്ചു പോകും എന്നെയും എന്റെ തിന്മകളെയും തമ്മിൽ ബഹുദൂരം അകറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ അവിടെ വെച്ച് വിചാരിച്ചു പോകുമെന്നാണ്. അത്തരം വിചാരങ്ങൾ കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ലെന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 5 ഉപദേശം നൽകുകയുണ്ടായി. യഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യം വരും മുമ്പ് 5 കാര്യത്തെ നീ ഉപയോഗിക്കണം. ഒന്നാമത്തേത് എന്താണ്? ശബാബക ഖബ്ല ഹറമിക, മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരത്തെ എത്തിക്കാൻ പറ്റിയ ചടുലതയുടെ ആവേശത്തിന്റെ രക്തത്തിളപ്പിന്റെ കൂർമ്മബുദ്ധിയുടെ ആ ഒരു ഖുവ്വത്തിന്റെ സമയമാണ് യൗവനം. ആ യൗവനം നീങ്ങും മുമ്പ് നിന്റെ യൗവനം കൊണ്ട് നീ സ്വർഗം നേടാൻ പരിശ്രമിക്കണം. കാരണം നിനക്ക് വാർദ്ധക്യം വരാനുണ്ട്. വസിഹ്ഹതക ഖബ്ല സഖമിക, ആരോഗ്യമുള്ള സമയത്ത് നീ പരമാവധി ഉപയോഗിക്കണം. കാരണം നിനക്ക് രോഗം വരാനുണ്ട്. രോഗത്തിന് മുമ്പുള്ള ആരോഗ്യത്തെ, വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനത്തെ. വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരും മുമ്പ് നിന്റെ ധന്യതയെ, കയ്യിലൽപ്പം കാശ് വന്നാൽ വെറും ഭൗതികമായ അജണ്ടകൾ തീർക്കാമെന്ന് മാത്രം ചിന്തിക്കാതെ പടച്ച റബ്ബിന്റെ മാർഗത്തിലും കുറച്ച് വിനിയോഗിക്കാം. കാരണം നാളെ എന്റെ കയ്യിൽ കാശുണ്ടായിക്കൊള്ളണമെന്നില്ല. ദാരിദ്ര്യത്തിന് മുമ്പ് ധന്യതയെ നീ പരമാവധി ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, ഒഴിവ് സമയത്തെ നീ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ഫോണിൽ സ്ക്രോൾ ചെയ്ത് ചിലവഴിക്കുകയാണോ? ഉറങ്ങിത്തീർക്കുകയാണോ? മറ്റു പല വിനോദങ്ങളിൽ മുഴുകുകയാണോ? വെറുതെ ഇരുന്ന് സമയം ചിലവഴിക്കുകയാണോ? തസ്ബീഹ് ചൊല്ലിയാൽ, തക്ബീർ ചൊല്ലിയാൽ, തഹ്മീദ് ചൊല്ലിയാൽ, തഹ്ലീൽ ചൊല്ലിയാൽ, വിശുദ്ധ ഖുർആനിൽ നിന്നൊരക്ഷരം ഉച്ചരിച്ചാൽ 10 പ്രതിഫലമാണെന്ന പുണ്യമറിഞ്ഞിട്ടും സമയം പാഴാക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വഫറാഗക, നിന്റെ ഒഴിവ് സമയത്ത് നീ ഉപയോഗിക്കണം. ഖബ്ല ശുഗ്ലിക, നിന്റെ തിരക്കിന് മുമ്പ്, തിരക്ക് വരും മുമ്പ് നിന്റെ പരമാവധി നിന്റെ ഒഴിവ് സമയത്തെ നീ ദീനിന് വേണ്ടി ചെലവഴിക്കണം. അറ്റ് ലാസ്റ്റ് പ്രവാചകൻ പറയുന്നു, ഹയാതക ഖബ്ല മൗതിക, നിനക്ക് മരണം വരും. മരണം വന്നാൽ നിസ്കാരമില്ല,
നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, നിന്റെ പ്രവർത്തനം അതോടുകൂടെ മുറിയുകയാണ്. ഇൻഖതാ അൻഹു അമലുഹു ഇല്ലാ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിയുകയാണ്. സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ നിർവഹിച്ചെങ്കിൽ അതുണ്ടായിരിക്കും. ഇൽമുൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അതവന് ഉപകാരപ്പെടും. വലദുൻ സാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളുണ്ടെങ്കിൽ ആ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറ മുഖ്ബില, ദുനിയാവിതാ നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി മിൻഹുമാ ബനൂൻ, അവയിലെല്ലാം രണ്ടിനും ചില മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. ദുനിയാവിലെ ലാഭമല്ല, ദുനിയാവിലെ നേട്ടമല്ല, ദുനിയാവിലെ സ്ഥാനമല്ല, ദുനിയാവിലെ വിജയമല്ല, ദുനിയാവിലെ ദാഷ്ട്യമല്ല, മറിച്ച് പരലോകമാണ് ഏറ്റവും വലുത്. കാരണം എന്താണ്? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇത് അമലിന്റെ ലോകമാണ്, ഇവിടെ ഹിസാബില്ല. ഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഹിസാബ് മാത്രമേ ഉള്ളൂ, നാളെ അമലില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അരുമ ശിഷ്യൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹയാതക ഖബ്ല മൗതിക, ഈ ജീവിതം എന്തിനുള്ളതാണ്? മരിക്കും മുമ്പ് സ്വർഗം നേടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ വിലയിരുത്തുകയും പുതിയ കാലത്തെ നന്നാക്കിയെടുക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. വിശാലമായ വായനയും പഠനത്തിനും നാം സമയം കാണണം. നിർബന്ധ കർമ്മങ്ങൾക്ക് കൃത്യമായ ഒരു ചിട്ട കൊണ്ടുവരണം. ഐച്ഛികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫർദിന് പുറമെ 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ വീട് കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ആ കേട്ടതിന് ശേഷം പിന്നീട് ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ഫർദിന് പുറമെ ഐച്ഛികമായ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മരിച്ചാലും ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്ന പുണ്യങ്ങൾ ബാക്കി വെക്കുക. നമ്മുടെ സ്വഭാവം മാറ്റമില്ലാതെ തുടരുന്നുവെങ്കിൽ അതൊരു അപകടമാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും, നിങ്ങൾ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? സുറൂറുൻ തുദ്ഖിലുഹു ഇലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും സന്തോഷം നൽകുന്നവനാണ്. ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങളിൽ ഏറ്റവും അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവനെന്നാണ്. ഉപകാരങ്ങളെ തടയുന്ന വിരോധിയല്ല, നന്മയെ തടയുന്ന വിരോധിയല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. മറിച്ച് നന്മകൾക്ക്, മസ്ലഹത്തിന്, പുണ്യങ്ങൾക്ക്, ഐക്യത്തിന്, സാഹോദര്യത്തിന്, ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെന്ന് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പുതിയൊരു വർഷം വരുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ദീന്, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബം, മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു ചിട്ടയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിജയത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത് കഴിവല്ല, മറിച്ച് നല്ല ശീലങ്ങളാണ്. നല്ല ശീലങ്ങളാണ്. നല്ലത് ശീലിച്ചുവോ അവൻ നന്മയിലേക്ക് ഉയരും. നല്ല ശീലങ്ങൾ എവിടെ നമുക്ക് നഷ്ടപ്പെട്ടുവോ അവിടെ നമ്മുടെ ഉള്ള നന്മയും ഇല്ലാതായി, സമൂഹത്തിൽ ആളുകൾക്കും നമ്മെ വേണ്ടാതായി, പടച്ചറബിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനവും ഇല്ലാതായി അതപ്പതിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് നല്ല ശീലങ്ങളെ കെട്ടിപ്പടുക്കുവാനും നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്ന മാറാപ്പുകളെ, ദുഷിച്ച സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ എല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് മുന്നോട്ടു പോകാനും നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മിലുണ്ടായിരിക്കേണ്ട ചിന്തയും ആലോചനകൾക്കും ഉപകരിക്കുന്ന ചില പോയിന്റുകൾ മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ സമയത്താണ്. യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്റെ നാശമേ, ഞാൻ എനിക്കു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സമയം പരലോകത്ത് മനുഷ്യർക്ക് വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമ്പത്തും കുടുംബവും മക്കളും ഭൗതിക സൗകര്യങ്ങളുമെല്ലാം ഈ ഭൗതിക ലോകത്തിന്റെ നൈമിഷികതകൾ മാത്രമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഈ ദുനിയാവിലെ സീനത്തു മാത്രമാണ്, അലങ്കാരം മാത്രമാണ്.
അതുകൊണ്ട് ബാക്കിയാകുന്നത് എന്താണ്? അൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ഏറ്റവും നല്ല പ്രതിഫലവും ഏറ്റവും നല്ല പ്രതീക്ഷയും നൽകുന്നത് അസ്സാലിഹാത്താണ്, ബാഖിയാത്താണ്, സാലിഹാത്താണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാവുകൊണ്ടൊരു ദിക്ർ ഉച്ചരിക്കാൻ വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. പക്ഷേ ആ ദിക്ർ ഉച്ചരിക്കുന്നതോടുകൂടെ എല്ലാ ഖൈറും ബറക്കത്തും നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ, നമുക്ക് റിസ്ക് വർഷിക്കാൻ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ അത്ഭുതകരമായ ഒരു വാക്കുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുച്ചരിക്കുന്നതോടുകൂടെ വിജയത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മൾ കാൽവെപ്പുകൾ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ജന്തുക്കൾക്കും അല്ലാഹു റിസ്ക് നൽകുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാവരും അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ഈ ജന്തുജാലങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഇല്ല, അവർക്ക് ടെൻഷനില്ല. ഉപജീവനത്തെ ഓർത്തവർ ആശങ്കയിലല്ല. അതിനു വേണ്ടിയിട്ടവർ അവരുടെ ആരാധനകൾ ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി അവർ ഇറങ്ങുകയാണ്. മേടയൊട്ടിയവരായി വീട്ടിൽ നിന്നിറങ്ങിയ പക്ഷികൾ മേട നിറഞ്ഞവരായി തിരിച്ചു വരുന്നത് ആ വിശ്വാസവും തവക്കുലാണ്. അതുകൊണ്ട് കാലങ്ങൾ മറിയുമ്പോഴും മാറ്റമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ജീവിതം പടച്ച റബ്ബ് കുറച്ചു കാലം കൂടെ നമുക്ക് നീട്ടിത്തരുന്നെങ്കിൽ ആ കാലവും പരമാവധി മറ്റുള്ളവരെ ഉപദ്രവിച്ചും പ്രയാസങ്ങൾ ഉണ്ടാക്കിയും കുഴപ്പങ്ങൾക്ക് തുടക്കം കുറിച്ചും ആളുകൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും തകർക്കാനും പരമാവധി നശിപ്പിച്ചിട്ടങ്ങട്ട് തീർന്നു പോകാം എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രാധാന്യം അത് നാം ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഭവനങ്ങളെ നാം സംരക്ഷിക്കണം. വിശ്വാസി വൃന്ദത്തിനിടക്കുള്ള സാഹോദര്യത്തിനും ഐക്യത്തിനും ഇടയിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു നവോത്ഥാന നായകനായി രംഗപ്രവേശനം ചെയ്ത ഒരു വലിയ സാത്വികനാണ് ഞാനെന്ന് വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും വലിയ വെറുപ്പുള്ള കാര്യമാണ് അൽ ഫിത്ന അശദ്ദു മിനൽ ഖത്ൽ. ഫിത്നയാണ് ഖത്ലിനേക്കാളും വലുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ശിർക്ക് മുതൽക്ക് താഴോട്ടുള്ള ഫിത്നകൾക്ക് നേതൃത്വം കൊടുക്കാനല്ല പടച്ച റബ്ബ് നമുക്കൊരു ആരോഗ്യം തന്നത്. ജീവിതം പടച്ച റബ്ബിന് ഒഴിഞ്ഞുവെക്കാനുള്ളതാണ്. ആ ഒഴിഞ്ഞുവെക്കാനുള്ള ജീവിതം സഹോദരന്മാരെ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ഹോമിച്ച് കളയരുത്. കൂടുതൽ പഠിക്കാനും പ്രവർത്തിക്കാനും ദീനിലുണ്ടെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകുവാനുമാണ് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത്. സോറി പറയുന്നത് ഒരാളുടെ വിനയമാണ്. സോറി പറയുന്നു എന്നതുകൊണ്ട് അയാളുടെ മെക്കെട്ട് കയറാനുള്ള സ്വാതന്ത്ര്യമല്ല അത്. ഒരാൾ മാന്യമായി നമ്മളോട് പെരുമാറുന്നു എന്നത് തിരിച്ചും അയാളോട് മാന്യമായി പെരുമാറുകയല്ലേ നല്ലത് എന്ന് ചിന്തിക്കാൻ പ്രചോദനമാകണം. മാന്യമായി പെരുമാറുന്നത് അവരുടെ നേരെ കുതിര കയറാനുള്ള ഒരു അവസരമായി എടുക്കരുതെന്ന് സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇണകൾ നമ്മളെക്കൊണ്ട് കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത്. നമ്മുടെ മക്കൾ നമ്മളെക്കൊണ്ട് പ്രയാസപ്പെടുന്നൊരവസ്ഥയുണ്ടാകരുത്. നമ്മുടെ മക്കളെക്കൊണ്ട് മാതാപിതാക്കൾ കണ്ണീര് കുടിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അവർ കഴിച്ചിട്ടില്ല, അവർ കുടിച്ചിട്ടില്ല, അവർ സുഖിച്ചിട്ടില്ല. അവർ സമ്പത്തും ശരീരവും ആരോഗ്യവും സമയവുമെല്ലാം ചിലവഴിച്ചത് നമുക്ക് വേണ്ടിയാണ്. ആ വിയർപ്പിന് വിലയില്ലാതെ രണ്ടു കാലിൽ എണീറ്റ് നിൽക്കാനായപ്പോൾ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന, അവരെ പരിഗണിക്കാത്ത, അവരെ വേദനിപ്പിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്ന അവസ്ഥയിലേക്ക് മക്കൾ മാറരുത്. ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആയത് നീ ഇന്ന് യാതൊരു വിലയും കൊടുക്കാത്ത നിന്റെ ഉമ്മയും ഉപ്പയും ഉള്ളതുകൊണ്ടാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജനത അവർ നന്നാകാത്തിടത്തോളം കാലം അള്ളാഹു അവരെ നന്നാക്കുകയില്ല എന്ന് ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നന്മ നിറഞ്ഞ ജീവിതം ആയിരിക്കട്ടെ. മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തവരായി,
കലിമത്തു ഷഹാദ ഉച്ചരിച്ചവരായി, വിശ്വാസികളുടെ സ്നേഹപാത്രമായി, ആളുകൾക്കിടയിൽ നന്മ വിതറുന്നവനായി, സമാധാനവും സന്തോഷവും സാഹോദര്യവും ഇണക്കവും ഉണ്ടാക്കുന്നവനായി ലോകത്തുനിന്ന് മരിച്ചു പിരിയാൻ സാധിച്ചാൽ സന്തോഷത്തോടെ നമുക്ക് ഖബറിൽ കിടക്കാം. അതിനേക്കാൾ സന്തോഷത്തോടുകൂടെ മരണമില്ലാത്ത ലോകത്ത് നമുക്ക് സ്വർഗത്തിൽ കഴിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാസം റജബാണ്. റജബിൽ പ്രത്യേകമായ നമസ്കാരം ഇല്ല, പ്രത്യേകമായൊരു നോമ്പ് ഇല്ല. ഹുർമത്ത് നൽകപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും പുണ്യമുണ്ട്, ഇരട്ടി പുണ്യമുണ്ട്. ഈ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയുണ്ട്. എന്നല്ലാതെ പ്രത്യേകമായൊരു നോമ്പ്, പ്രത്യേകമായൊരു നമസ്കാരം, പ്രത്യേകമായൊരു അനുഷ്ഠാനം ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ലെന്ന് പണ്ഡിതകുലം ഒന്നടങ്കം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ദീനിൽ ഉള്ള ആരാധനകൾ നിർവഹിച്ച് പുതിയൊരു വർഷം വരുമ്പോൾ ചിട്ടയോടെ, മാന്യതയോടെ, വിജയത്തിലേക്ക് ഇരുലോകത്തും വിജയം വരിക്കാൻ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു വരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഹക്കിന് അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാത്തിലിനെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഫിത്നയും ഫസാദുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തോൽപ്പിക്കുമാറാവട്ടെ. രാജ്യത്ത് സമാധാന അന്തരീക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതക്കാൻ എവിടെ ആളുകൾ പരിശ്രമിക്കുന്നുവോ അവരുടെ തന്ത്രങ്ങളെ അവരുടെ പരാജയത്തിനുള്ള ഹേതുകമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. അള്ളാഹുയുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുയുടെ ആയുധങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാവട്ടെ. ഐക്യത്തോടെ, സാഹോദര്യത്തോടെ ഈ രാജ്യം മുന്നോട്ടു പോകുമ്പോൾ ഇവിടെ വർഗീയത വിളമ്പാനും അത് പ്രകടിപ്പിക്കാനും പരിശ്രമിക്കുന്ന ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും അള്ളാഹു പരാജയപ്പെടുത്തി മനുഷ്യസ്നേഹികൾക്ക് രാജ്യത്തിന്റെ ഭരണം തിരിച്ചു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.